Hey, വെൽക്കം ബാക്ക്. ഇപ്പൊ എല്ലായിടത്തും ചർച്ചാ വിഷയം നമ്മുടെ ഓപ്പറേഷൻ നുംഖൂർ ആണല്ലോ. എന്തായാലും എല്ലാവരും ലാൻഡ് ക്രൂസറിനെ കുറിച്ചും നിസാൻ പാട്രോൾ Y60, Y61 കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞ ഒരു വണ്ടിപ്രാന്തൻ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഇത് വെറും ഒരു സെലിബ്രിറ്റി ടാക്സ് ഇവേഷൻ കേസ് അല്ല. കാര്യങ്ങൾ അതിനേക്കാൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ്. അതിന്റെ പല കാര്യങ്ങളും ഇപ്പോഴും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയില് നമ്മൾ വളരെയധികം അൺബയസ്ഡ് ആയിട്ട്, ഒരു സൈഡ് നമ്മൾ പിടിക്കുന്നില്ല, അൺബയസ്ഡ് ആയിട്ട് ഈ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ഒരു വിഷയത്തിനെ നമുക്ക് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഇനി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ പൃഥ്വിരാജിന്റെയോ അല്ലെങ്കിൽ ദുൽഖറിന്റെ ഒരു ഹാർഡ് കോർ ഫാൻ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നില്ല. ഇനിയിപ്പോ നമ്മുടെ എന്താ പറയുക, ദുൽഖറിന് ലോക ഹിറ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ പൃഥ്വിരാജ് എമ്പുരാൻ പിടിച്ചുകൊണ്ടാണ് കസ്റ്റംസ് ഇങ്ങനെ നടപടി എടുത്തതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നില്ല. ഇനി അടുത്തൊരു ഇത്, അതായത് മോഹൻലാൽ ദാദാസാഹബ് ഫാൽക്കെ അവാർഡ് കിട്ടി, അപ്പൊ മമ്മൂക്ക ഇവിടെ നാണം കെടുത്താൻ വേണ്ടി വന്നൊരു മൂവ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണരുത്. ഇനി ഇതൊന്നുമല്ല, കേരളം മുഴുവൻ കള്ളക്കടത്തുകാരും തീവ്രവാദികളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ വീഡിയോ കാണുന്നില്ല. ഞാനിത് എടുത്തു പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ ഒരു ഇഷ്യൂ പുറത്തു വന്നേ പിന്നെ ഒരുപാട് ഈ ഒരു ഇഷ്യൂവിനെ വളരെയധികം വാട്ടർ ഡൗൺ ചെയ്യാനായിട്ടും ഇതിന്റെ പ്രാധാന്യം കുറച്ച് കാണിക്കാനായിട്ടും അല്ലെങ്കിൽ ഓരോ സൈഡ് പിടിച്ച് ഈ വിഷയത്തിനെ വളരെയധികം വളച്ചൊടിക്കാനുള്ള കുറെ വീഡിയോസ് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ മുൻകൂറായിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞത്. ഇനി എന്താണ് ഓപ്പറേഷൻ നുംഖൂർ? നമുക്കറിയാം 1000-ഓളം ഇമ്പോർട്ടഡ് കാറുകൾ, മോസ്റ്റ്ലി ഹൈ എൻഡ് ആയിട്ടുള്ള SUVs, ലാൻഡ് ക്രൂസർ, ഡിഫൻഡർ, പാട്രോൾ പോലത്തെ കാറുകളൊക്കെ ഇല്ലീഗലായിട്ട് ഇന്ത്യയുടെ ഉള്ളിലേക്ക് സ്മഗിൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏകദേശം 200-ഓളം കാറുകൾ കേരളത്തിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. സോ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പല ആൾക്കാരും പറയുന്നത് കേരളത്തിലെ മാത്രം വിക്ടിമൈസ് ചെയ്തു, സെൻട്രൽ ഗവൺമെന്റിന്റെ കേരളത്തിനെ വിക്ടിമൈസ് ചെയ്യാനുള്ള നടപടിയാണെന്ന രീതിയിലേക്ക് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. റിയാലിറ്റി ഈസ് ഡിഫറെന്റ്. അതായത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ലീഗൽ സിസ്റ്റം സ്ട്രോങ് ആണ്, നമ്മുടെ എൻഫോഴ്സ്മെന്റ് സ്ട്രോങ് ആണ്. മറ്റൊരു സ്റ്റേറ്റിനും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് കേരളം ചെയ്ത് കാണിച്ചു കൊടുത്തത്. വി സെറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ദ ഹോൾ കൺട്രി. അതിൽ നമ്മൾ അഭിമാനിക്കുക വേണ്ടേ, അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ നമ്മളെ വേട്ടയാടുകയാണെന്ന് അങ്ങനെയൊന്നും അല്ല ചിന്തിക്കേണ്ടതിനകത്ത്. ശരിക്കും ഈ ഒരു 1-2 കാറോ സ്മഗിൾ ചെയ്താൽ നമുക്ക് ഇതൊരു ചെറിയൊരു ഇഷ്യൂ ആയിട്ട് തള്ളിക്കളയായിരുന്നു. പക്ഷെ 1000-ഓളം കാറുകളാണ് ഇങ്ങനെ സ്മഗിൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ ഇതിന്റെ പുറകിൽ ക്ലിയർ ആയിട്ട് ഒരു ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ നുംഖൂർ കൊണ്ട് ഇന്ത്യക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി ത്രെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഇക്കണോമിക് ത്രെറ്റും കൂടിയുണ്ട്. ഈ ഇഷ്യൂല് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, പരിവാഹൻ വെബ്സൈറ്റിനെ തന്നെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ 2014 മാനുഫാക്ചർ ചെയ്ത കാറിന് 2005 തന്നെ രജിസ്റ്റർ ചെയ്ത ഡോക്യുമെന്റ്സ് ഒക്കെ ഇതിനകത്ത് സർഫസ് ചെയ്തിട്ടുണ്ട്. പല കാറുകളും CKD ആയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത്. പല കാറുകളും ബോർഡർ വഴി, നമ്മുടെ പോറസ് ആയിട്ടുള്ള ബോർഡർ വഴി ഇങ്ങോട്ട് കടത്തി കൊണ്ടുവന്നിട്ടുണ്ട്. സോ എന്താണ് ശരിക്കും ഇഷ്യൂ, എങ്ങനെയാണ് ഇവര് പുൾ ഓഫ് ചെയ്തത്, അതായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് അഡ്രസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ത്യയിലേക്ക് എങ്ങനെ നമുക്ക് ലീഗലായിട്ട് കാറുകളെ ഇമ്പോർട്ട് ചെയ്യാന്നുള്ള ആദ്യം നോക്കാം. കാരണം ഇന്ത്യ യൂസ് കാറുകളെ ഇമ്പോർട്ട് ചെയ്യുന്നത് വളരെയധികം ഡിസ്കറേജ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ഒരു വഴി ഉണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് യൂസ് കാറിനെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല. അപ്പൊ എങ്ങനെ നമുക്ക് ലീഗലായിട്ട് ഇമ്പോർട്ട് ചെയ്യാം, സ്മഗിൾ ചെയ്യല്ല ഇമ്പോർട്ട് ചെയ്യാം. ഈ കാറുകൾ കൊണ്ടുവരാൻ പ്രധാനമായിട്ട് 4 വഴികളുള്ളത്. അതിൽ ഒന്നാമത്തെ വഴി നമുക്ക് എല്ലാവർക്കും അറിയാം, TR ആണ്, ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ്. നിങ്ങൾ പുറത്ത് രാജ്യത്ത് വർക്ക് ചെയ്ത് അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് തിരിച്ചു വരുമ്പോൾ അവിടെ നിങ്ങൾ ഉപയോഗിച്ചിരുന്ന കാറിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാം. പക്ഷെ അതിന് കുറെ ക്ലോസുകളുണ്ട്. ഒന്ന്, എനിക്ക് തോന്നുന്നു 3 വർഷമെങ്കിലും നിങ്ങൾ വരുന്നതിന് മുമ്പ് ആ കാർ നിങ്ങളുടെ പേരിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. അങ്ങനെ എന്തൊക്കെയോ കുറെ ക്ലിയറൻസ് റിക്വയർമെന്റ്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള മിക്ക W123കളും അതുപോലത്തെ പഴയ ഹോണ്ട അക്കോർഡുകളും ടൊയോട്ട കൊറോളകളൊക്കെ മിക്കതും TR റൂട്ടിലൂടെ ആയിരിക്കും ഇന്ത്യയിലേക്ക് വന്നേക്കുന്നത്. ഇതൊരു ലെജിറ്റ് ആയിട്ടുള്ള റൂട്ടാണ്. ഇനി സെക്കൻഡ് റൂട്ടാണ് ഈ പറഞ്ഞ ഈ ഒരു കേസായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന എംബസി കാറുകൾ അല്ലെങ്കിൽ UN കാറുകൾ. ഇതും പണ്ട് മുതലേ ഇന്ത്യയിൽ ഉള്ള സമ്പ്രദായമാണ്. അതായത് പുറത്തുള്ള ഫോറിൻ എംബസീസ് അവരുടെ കാറുകൾ കൊണ്ടുവരും. ഒരു നിശ്ചിത കാലത്തേക്ക് അവർ ആ കാറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ പതുക്കെ ആ കാർ സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ STC വഴി അത് ഡിസ്പോസ് ചെയ്യും. ആ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് പോയിട്ട് ആ കാറുകൾ മേടിക്കാം, ഓപ്ഷനിൽ മേടിക്കാം. ഇപ്പൊ കേരളത്തിൽ തന്നെ പല എക്സോട്ടിക് ആയിട്ടുള്ള, എക്സോട്ടിക് അല്ല, ഈ പറഞ്ഞ പ്രീമിയം കാറുകൾ പലതും വന്നേക്കുന്നത് ഈ എംബസി റൂട്ട് വഴിയാണ്. അതിലൊരു ഫേമസ് കാർ എന്ന് പറയാവുന്നത് നമ്മുടെ കേരള രജിസ്ട്രേഷൻ. അതായത് ഞാൻ ഈ പറഞ്ഞു വരുന്ന വെച്ചാൽ ഈ പണ്ട് 70-കളിലും 60-കളിലും മുതലുള്ള നടക്കുന്ന ഒരു കാര്യമാണിത്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാർ നമ്മുടെ ആ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ഉള്ള ഒരു പഴയ ഫോർഡ് മസ്റ്റാങ് ഉണ്ട്, ഒരു KRE രജിസ്ട്രേഷൻ. ആ കാറിന്റെ ഓണർ നമ്മുടെ ചെമ്മീൻ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിരുന്ന ഇസ്മയിൽ ബാബു സേട്ട് ആയിരുന്നു. അദ്ദേഹം ഇതുപോലെ തന്നെ എംബസി എന്നുള്ള കാർ നമ്മുടെ STC ഓപ്ഷൻ വഴിയാണ് മേടിച്ചത്. സോ ആ ഒറിജിനൽ കേരള മസ്റ്റാങ്ങിന്റെ പുറകിൽ ഇങ്ങനെ ഒരു എംബസി ഓപ്ഷൻ കഥയും കൂടി ഉണ്ട്. അപ്പൊ അതും ലീഗലായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ റൂട്ട് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ അറിയുന്നതാണ്, നമ്മുടെ ഈ കാർനെറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെമ്പററി വിസിറ്റ് പെർമിറ്റ് എന്ന് പറയുന്ന സാധനം. കുറച്ച് ഒരു 6 മാസത്തേക്ക് 8 മാസത്തേക്ക് ഒരു ഫോറിൻ കാർ അവരുടെ ഫോറിൻ പ്ലേറ്റ് വെച്ച് തന്നെ ഇന്ത്യയിൽ ഓടിക്കാവുന്ന ഒരു സംവിധാനമാണ് ഈ കാർനെറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെമ്പററി വിസിറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരുപാട് കാണാറുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ 4ാമതൊരു സ്കീം ഉണ്ട്, അതായത് EPCG, എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ് സ്കീം. ഇത് 95% ആൾക്കാർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. വളരെ സൂപ്പർ റിച്ച് ആയ ആൾക്കാർക്ക് മാത്രം കിട്ടിയത് എക്സ്ക്ലൂസീവ് ഓപ്ഷൻ ആയിരുന്നു. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ലക്ഷറി ഹോട്ടൽ ഇടുന്നതായിരിക്കും, 5 സ്റ്റാർ ഹോട്ടൽ ഇടുന്നതായിരിക്കും. ആ 5 സ്റ്റാർ ഹോട്ടലിൽ ഒരുപാട് ഫോറിൻ ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ത്യൻ കാറുകൾ മതിയെന്ന് വരില്ല. ഈ ഹോട്ടലുകൾക്ക് ഈ വളരെ ഭീകരമായ ടാക്സ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ കാർ ഇമ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയ കാര്യമായതുകൊണ്ട് ഗവൺമെന്റ് ഒരു എക്സംഷൻ
എക്സംഷൻ സ്കീം കൊണ്ടുവന്നു. അതായത് ഈ ഹോട്ടലിന്റെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ കാർ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സാധാരണ വരുന്ന ഈ 100-150% ടാക്സ് വരും, വെറും 5% ടാക്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രീമിയം കാറുകൾ ഗസ്റ്റിന്റെ ആവശ്യത്തിനായിട്ട് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സ്കീം ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പൊ അതിന്റെ സ്റ്റേറ്റസ് എന്താ എനിക്ക് അറിയില്ല. സോ ഇതില് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാറുണ്ട്. അതായത് ഇപ്പോഴത്തെ പിള്ളേർക്ക് ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം കണ്ട് പരിചയം ഉണ്ടാവുമായിരിക്കും. നിങ്ങൾ 90s കിഡ്സ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കത്തും. നമ്മുടെയൊക്കെ സ്കൂൾ ടൈമിൽ ഒരു ഫെറാറി ടാക്സിയുടെ ഫോട്ടോ കണ്ട് ഓർമ്മയുണ്ടോ? തിരുവനന്തപുരം ഭാഗത്ത് ഒരു KL1 രജിസ്ട്രേഷൻ, അത് തന്നെ ആ വണ്ടി ഒരു ഫെറാറിയുടെ 575 മെർലിലോ വരുന്നത്. അതായത് ഫ്ലാഗ്ഷിപ്പ് ഫെറാറി കേരളത്തിൽ കൊണ്ടുവന്ന് ടാക്സി. അതിന്റെ കുറെ കഥകളൊക്കെ വന്നു. അതായത് കണ്ടില്ലടാ നമ്മുടെ ഫെറാറി സായിപ്പിന്റെ ഏറ്റവും വലിയ വണ്ടി നമ്മൾ ടാക്സി ആക്കി എന്നൊക്കെ പറഞ്ഞ കുറെ വീരകഥകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ബാക്കിലെ സ്റ്റോറി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കോവളത്തുള്ള സൂര്യസമുദ്ര എന്ന് പറഞ്ഞ ഹോട്ടലാണ് 2003 അവരുടെ EPCG സ്കീം പ്രകാരം ഈ കാറിനെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തത്. അതിന്റെ റിക്വയർമെന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഗസ്റ്റിനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാറിനായിരുന്നു. പക്ഷെ റിയാലിറ്റി കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ 2005 ആയപ്പോഴത്തേക്കും ഈ വെറും 461 കിലോമീറ്റർ കൂടിയ കാറിനെ അവരൊരു ബാംഗ്ലൂർ അഡ്രസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആസ് പെർ ലോ അത് അലൗഡ് ആയിരുന്നില്ല. കാരണം EPCG ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് റീസെൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഈ കാർ ട്രാൻസ്ഫർ ചെയ്യാൻ തന്നെ പാടുള്ളൂ. പക്ഷെ അതിനൊക്കെ വെറും 2 വർഷം കൊണ്ട് അവർ വണ്ടി ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ കസ്റ്റംസ് നാച്ചുറലി കേസ് എടുത്തു ഇതിന്റെ പുറത്ത്. കാരണം അതൊരു അലൗഡ് ആയ ആക്ടിവിറ്റി അല്ലല്ലോ. അങ്ങനെ അവർ അന്വേഷിച്ച് പോയപ്പോൾ ഒരു ബാംഗ്ലൂർ അഡ്രസ്സിലേക്കാണ് ഈ ട്രിവാൻഡ്രത്തുള്ള കാറിനെ ട്രാൻസ്ഫർ ചെയ്തേക്കണേ. ആ ബാംഗ്ലൂർ അഡ്രസ് ചെന്നപ്പോഴത്തേക്ക് അത് റെന്റഡ് അഡ്രസ് ആയിരുന്നു. ഇപ്പോൾ ഓണർക്ക് അറിയില്ല. പക്ഷേ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ അഡ്രസ് റെന്റ് ചെയ്തിരുന്നത് അന്നത്തെ വലിയൊരു കമ്പനിയായ BPL ടെലികോം ആയിരുന്നു. ഇവിടെ BPL മൊബൈലൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതിന്റെ ഓഫീസായിരിക്കണം ഈ പറഞ്ഞ പോലെ ആ സമയത്ത് ബാംഗ്ലൂർ ഉണ്ടായിരുന്നത്. ആ അഡ്രസ്സിലേക്കാണ് ഈ കാറിനെ ട്രാൻസ്ഫർ ചെയ്തത്. സോ കാർ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കൊക്കെ അറിയാം ഈ കാറിന്റെ ഓണർ ആരാന്നുള്ളത്. പക്ഷേ ഈ കാറായിട്ട് ആ വ്യക്തിയെ ബന്ധപ്പെടുത്താനുള്ള പ്രൂഫ് ഒന്നും എന്റെ കയ്യിലില്ല. ഞാൻ ഇന്റർനെറ്റിൽ കുറെ തപ്പിയെങ്കിലും ഒന്നും കിട്ടിയില്ല. അതെല്ലാം വെൽ ഹിഡൻ ആണ്. അതുപോലെ തന്നെ ആ കാറിന്റെ RC ഡീറ്റെയിൽസ് എടുത്തപ്പോഴും അതിപ്പോൾ രജിസ്റ്റേർഡ് കാറാണ്. പക്ഷെ ആ RC ഡീറ്റെയിൽസൊന്നും കാര്യമായിട്ടൊന്നും നമുക്ക് ഡിഗപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അതിന്റെ ഓണറിന്റെ പേര് പറയാൻ പറ്റില്ല. അത് ലീഗലി എനിക്ക് ലിങ്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഓണറിനെ മനസ്സിലാവും. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓണറാണ്, മലയാളിയാണ്, ഒരു പെട്രോൾ ഹെഡ് ആണ്. അദ്ദേഹത്തിന് ഒരു ഫെറാറി അല്ല ഉള്ളത്, ശരിക്കും പറയാം 3 ഫെറാറി ഉണ്ട്, ഒരു ലാംബോർഗിനി ഉണ്ട്, G-Wagon ഒക്കെ ഉള്ള ഒരു പ്രോപ്പർ പെട്രോൾ ഹെഡിന്റെ ആണ് ഈ വണ്ടി. അപ്പൊ ഞാനിത് ഈ ഇഷ്യൂ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ 2025 കസ്റ്റംസ് റിലേറ്റഡ് ആയിട്ട് കസ്റ്റംസും ഈ ഹൈ എൻഡ് കാർസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസ് വന്നപ്പോൾ 2005 തന്നെ കേരളത്തിൽ, അതായത് 20 വർഷം മുമ്പ് തന്നെ കേരളത്തിൽ സമാനമായിട്ടുള്ള ഇതുപോലത്തെ കേസല്ല, പക്ഷേ ഈ കസ്റ്റംസും ഹൈ എൻഡ് കാറും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേസ് കേരളത്തിൽ ഉണ്ടായിരുന്നു. വളരെ ഫേമസ് ആയിട്ടൊരു കേസ് കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഈ നമ്മുടെ ന്യൂസ് ചാനൽസ് ഒന്നും ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല, ഈ സ്റ്റോറിയെ കുറിച്ച് ആരും മെൻഷൻ ചെയ്യുന്ന കണ്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കേസ് എടുത്ത് പറഞ്ഞത്. അപ്പോൾ EPCG ആണ് ഈ പറഞ്ഞ 4th റൂട്ട്. പക്ഷേ അത് 90% ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത റൂട്ടാണ്. ഇതാണ് ലീഗലായിട്ട് കൊണ്ടുവരാനുള്ള 4 ഓപ്ഷൻസ്. ഇനി നമുക്ക് നോക്കേണ്ടത് അവന്മാർ എങ്ങനെയാണ് ഇല്ലീഗലായിട്ട് ഇത്രയും വണ്ടികൾ 1000-ഓളം വണ്ടികൾ ഇന്ത്യയിലേക്ക് സ്മഗിൾ ചെയ്യുന്നുള്ളതാണ്. കാരണം എല്ലാവരും സ്മഗിൾ ചെയ്തു പറയുന്നതല്ലാണ്ട് എങ്ങനെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഞാൻ കണ്ടുപിടിച്ചു. ഫെറാറിയുടെ കേസും ഇപ്പോഴത്തെ കേസിനും കസ്റ്റംസിന് ഇൻവോൾവ്മെന്റ് അല്ലാതെ വേറെ ഒരു സമാനതകളും ഇല്ല. അതൊരു ടാക്സ് ഇവേഷൻ കേസാണ്. പക്ഷെ ഇതങ്ങനെയല്ല, ഇതൊരു ക്രിമിനൽ കേസാണ്. ഇതിൽ ക്ലിയർ ആയിട്ടുള്ള ക്രൈം ഉണ്ട്. 1000-ഓളം കാറുകളാണ് ഇവര് ഇന്ത്യയുടെ ഉള്ളിലേക്ക് സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്നത് ഇല്ലീഗലായിട്ട്. അത് പലതും CKD ഫോമിൽ കൊണ്ടുവന്നു, ചിലത് ഓടിച്ചോണ്ട് വന്നു എന്ന് പറയുന്നുണ്ട്, ചിലത് ട്രക്കിൽ കയറ്റി കൊണ്ടുവന്നു പറയുന്നു. ഒന്നിനും ക്ലാരിറ്റി ആയിട്ടില്ല ഈ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇറ്റ്സ് എ ക്രൈം. കാരണം ഇന്ത്യൻ ആർമിയുടെയും ഭൂട്ടനീസ് ആർമിയുടെയും ഡോക്യുമെന്റ്സ് ഫോർജ് ചെയ്തിട്ടാണ് ഇവര് പല കാറിനും ഫേക്ക് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് എങ്ങനെ അവന്മാർ ചെയ്തു? 1-2 കാറാണ് നമുക്ക് പറയാം ഇത് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കുക എന്നുള്ളത്. പക്ഷെ ഇത് 1000-ഓളം കാറുകളാണ്. ഇതൊരു ഒരു മാഫിയ അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് ആയിട്ടാണ് അവന്മാർ കൊണ്ടുവന്നേക്കുന്നത് ഇതിനകത്തേക്ക്. സത്യം പറയുകയാണെങ്കിൽ എനിക്കും ചെറിയ സംശയം തോന്നിയിരുന്നു ഇത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ കുറെ നാളായിട്ട് സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഇഷ്ടം പോലെ പഴയ ലാൻഡ് ക്രൂസർ 80 സീരീസും 100 സീരീസും കാണുന്നുണ്ട്. അതായത് നമുക്ക് നാട്ടിലുള്ള ലാൻഡ് ക്രൂസേഴ്സിന്റെ ഏതാണ്ട് ചെറിയൊരു ധാരണയുണ്ടല്ലോ, കാരണം റെയർ വണ്ടി ആയതുകൊണ്ട് നമുക്ക് അറിയാം ഏതൊക്കെയുള്ള എന്നുള്ളത്. പക്ഷെ കുറെ നാളായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ഈ വണ്ടികൾ ഇങ്ങനെ സർഫസ് ചെയ്ത് വരുന്നുണ്ട്, പലതും പല ഷേപ്പിലായിട്ട്. ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല, ഇപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. സോ ദ ബിഗ് ക്വസ്റ്റ്യൻ, ഇവന്മാർ ഇത് എങ്ങനെയാ പുൾ ഓഫ് ചെയ്തെന്നുള്ളത്. അതായത് എക്സാക്ട് ഈ റൂട്ട് ആവണമെന്നില്ല, പക്ഷെ ഹയസ്റ്റ് പ്രോബബിലിറ്റി ഉള്ള റൂട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് തുടങ്ങുന്നത് ജപ്പാനിലാണ്. കാരണം ഈ വന്ന വണ്ടികൾ മിക്കതും റൈറ്റ് ആൻഡ് ഡ്രൈവ് ആണ്. അതുകൊണ്ട് UAE റൂട്ടിന് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം, അവിടെ എല്ലാം ലെഫ്റ്റ് ആൻഡ് ഡ്രൈവ് ആയതുകൊണ്ട്. സോ ജപ്പാനിൽ യൂസ് കാർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഓർഗനൈസ്ഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ഇവോൾവ് ആണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂസ് കാർസിനെ സെല് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ജപ്പാന് വേറെ പ്രത്യേകത കൂടി ഉണ്ട്. അവർക്ക് അവർ യൂസ് കാർസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലോകത്തിൽ എങ്ങോട്ട് വേണമെങ്കിലും അവർ എക്സ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. പ്രൈവറ്റ് ആയിട്ട് തന്നെ ഇത് ഓപ്ഷൻസിൽ പങ്കെടുക്കാനും കുറെ ബ്രോക്കേഴ്സും ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ജപ്പാനിലെ യൂസ് കാറുകൾ, നല്ല കണ്ടീഷനുള്ള യൂസ് കാറുകളെ നമുക്ക് അവിടുത്തെ ഓപ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വളരെ വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. ഈ ലാൻഡ് ക്രൂസറിന്റെ വില നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 20 ലക്ഷം രൂപയ്ക്കൊക്കെ ലാൻഡ് ക്രൂസർ അവിടെ കിട്ടും. കാരണം യൂസ്ഡ് ആണ്, പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിരിക്കും. ഇവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവിടെ നിന്ന് വണ്ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ഇതിനെ എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കും ഫോർ എ പ്രൈസ്. ഇതാണ് സ്റ്റെപ്പ് 1. സോ മിക്കവാറും ഈ ക്രിമിനൽസ് എല്ലാവരും ജപ്പാനിലെ ഈ ഓപ്ഷൻ വഴിയായിരിക്കും ഈ കാർ
കാറുകളെ പ്രൊക്യൂർ ചെയ്തത്. പക്ഷേ ഈ വണ്ടി അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, കാരണം ഇന്ത്യയിൽ ഓൾറെഡി യൂസ് കാർ ഇമ്പോർട്ടിംഗ് ബാൻഡ് ആണ്. പക്ഷെ എങ്ങനെയെങ്കിലും ഇത് എത്തിക്കണമല്ലോ. അവിടെയാണ് ഭൂട്ടാൻ കയറി വരുന്നത്. ഭൂട്ടാന് ഇൻട്രസ്റ്റിംഗ്ലി ഈ പറഞ്ഞ പോലെ ടാക്സേഷൻ വളരെ കുറവാണ് കാറുകളുടെ കാര്യത്തിൽ. സോ ആ ലൂപ്പ് ഹോളിനെ ഉമ്മാര് കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഈ വണ്ടികളൊക്കെ ജപ്പാനിൽ ഷിപ്പ് ചെയ്ത് ഡയറക്ട്ലി ഭൂട്ടാനിലായിരിക്കും എത്തുന്നത്. ഇനി ഭൂട്ടാനിൽ വണ്ടി ഇന്ത്യയിലേക്ക് എത്തിക്കണം. അവിടെയാണ് ഈ പറഞ്ഞ ഇന്ത്യൻ ആർമിയുടെ അതുപോലെ ഭൂട്ടനീസ് ആർമിയുടെയും റോള് വരുന്നത്. റോളല്ല, അവര് പോലും അറിയാതെ അവരെ ഇവർ മിസ്യൂസ് ചെയ്തത്. അതായത് ഈ ആർമി കാറുകൾക്കും അതുപോലെ തന്നെ എംബസി കാറുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പരിവാഹനിൽ ഉണ്ടാവില്ല. കാരണം ആ സെക്യൂരിറ്റി റീസൺ കൊണ്ട് തന്നെയാണ്. സെക്യൂർ കാറുകളായതുകൊണ്ട് സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് പബ്ലിക്ലി അവൈലബിൾ അല്ല. സോ ഈ കാറുകളെല്ലാം ഇവർ ഓപ്ഷൻ ചെയ്ത് വിൽക്കുമ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസിന് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഇല്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവന്മാർ ക്യാപിറ്റലൈസ് ചെയ്തത്. അതായത് ഇന്ത്യൻ ആർമിയിൽ നിന്ന് ഒരു കാർ ഒരാൾ ഓപ്ഷൻ മേടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫോം 32 അങ്ങനെ ഒരു ഫോം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാർ ഡെലിവറി എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ RTOയിൽ കൊണ്ടുവന്നിട്ട് ഈ ആർമിയിൽ നിന്നുള്ള ഈ ഡോക്യുമെന്റ്സ് വെച്ചിട്ട്, ഫിസിക്കൽ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് നമുക്ക് RTOയിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യാം. ഇത് വെരിഫൈ ചെയ്യാനായിട്ട് വേറൊരു പ്ലാറ്റ്ഫോം ഇല്ല ആസ് ഓഫ് നൗ. പക്ഷേ ഇത് വരേണ്ടത് അത്യാവശ്യമാണ്. ഇനി മിക്കവാറും വരുന്ന എനിക്ക് തോന്നുന്നത് ഈ ഇഷ്യൂ ഒക്കെ ഇത്രയും വഷളായതുകൊണ്ട്. സോ ഈ ഡോക്യുമെന്റ്സ് കൊണ്ട് ഇവനൊരു RTO ഓഫീസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർമി ഓപ്ഷൻ വണ്ടിയാണെന്നും പറഞ്ഞ് അവനെ ഇവിടെ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇവർ രജിസ്റ്റർ ചെയ്ത മിക്കതും ഹിമാചൽ പ്രദേശിലും വെസ്റ്റ് ബംഗാളിലും കൊണ്ടിട്ടാണ് ഇവന്മാർ, അവിടുത്തെ റൂറൽ RTO ഓഫീസുകളിൽ കൊണ്ടിട്ടാണ് ഇവന്മാർ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. സോ ഇതിൽ ഏറ്റവും വലിയ ക്രൈം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമിയുടെ അതുപോലെ തന്നെ ഭൂട്ടനീസ് ആർമിയുടെയും ഓപ്ഷൻ വണ്ടികളാണെന്നും പറഞ്ഞിട്ടാണ് ഇവന്മാർ ഇതിനെ റീ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഉറപ്പായിട്ടും മിക്കവാറും അവിടുത്തെ RTOന്റെ ഒത്താശ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വൺസ് ഈ കാറുകൾ റീ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ അവിടെയാണ് ഏറ്റവും വലിയ കുഴപ്പം. പിന്നെ അത് നമ്മുടെ പരിവാഹന്റെ ഡയറക്ടറിയിൽ കയറി കഴിഞ്ഞു. പിന്നെ ആ കാർ ഓട്ടോമാറ്റിക്കലി ലീഗലായി ആസ് പെർ ഗവൺമെന്റ് റെക്കോർഡ്സ്. കാരണം റീ രജിസ്റ്റേർഡ് കാറാണ്. ഈ ഒരു സ്കാം ഇവന്മാർ കുറെ നാളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ 1000-ഓളം വണ്ടികൾ ഇന്ത്യയിലേക്ക് വന്നത്. പക്ഷെ ഇതിൽ രസമുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഇവന്മാർക്ക് ഈ ചെയ്ത് കോൺഫിഡൻസ് കൂടിയിട്ട് ഏതൊരു ക്രിമിനൽ കാശ് കൂടുന്തോറും ആർത്തി കൂടുന്നു പറയുന്ന പോലെ ഇവൻ ഈ വണ്ടിയുടെ വാല്യൂ, ഇതിന്റെ ഇൻവോയ്സ് വാല്യൂ അണ്ടർ വാല്യൂ ഇത് കാണിച്ചു. അതായത് ഒരു ലാൻഡ് ക്രൂസറിന്റെ വാല്യൂ 1,00,000 രൂപ എന്ന രീതിയിലും കണ്ട് ഇവൻ റീ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തു. അപ്പോഴാണ് കസ്റ്റംസിന്റെ ശ്രദ്ധയിൽ ഈ ഇഷ്യൂ വരുന്നത്. കാരണം ഈ ലാൻഡ് ക്രൂസറിനെ ഒരിക്കലും 1,00,000 രൂപ ഇൻവോയ്സ് വാല്യൂ കാണിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവർ നോക്കിയപ്പോഴാണ് ഈ പറഞ്ഞ 400-ഓളം ലാൻഡ് ക്രൂസേഴ്സ് ഇങ്ങനെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് ഈ ആർമി ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഈ 2020 ഭൂട്ടാൻ ആർമിയുടെ ഓപ്ഷൻ റെക്കോർഡ്സ് പ്രകാരം ആകെ 3 ലാൻഡ് ക്രൂസേഴ്സേ അവര് ഓപ്ഷനിൽ വെച്ചിട്ടുള്ളൂ, 12 ഹൈലക്സ് എങ്ങാണ്ട്. പക്ഷേ ഇന്ത്യയിലേക്ക് വന്നേക്കുന്ന 400 ലാൻഡ് ക്രൂസേഴ്സ് ആണ്. അവിടെ തന്നെ വളരെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ് ഈ പറഞ്ഞ റെക്കോർഡ്സ് എല്ലാം. പിന്നെ എനിക്ക് വളരെ വിഷമം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ ന്യൂസ് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ. അപ്പൊ അതിൽ നമ്മുടെ മലയാളത്തിൽ തന്നെ വളരെ പ്രശസ്തരായിട്ടുള്ള കുറെ ഓട്ടോ എക്സ്പേർട്സ് ഒക്കെ വന്ന് അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. അത് ഒരു എക്സ്പേർട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രീവിയസ് ഹിസ്റ്ററി നോക്കേണ്ട ആവശ്യമില്ല, പരിവാഹനിലെ ഡോക്യുമെന്റ്സ് ക്ലിയർ ആണ്, പിന്നെ ഓണറിന്റെ റെസ്പോൺസിബിലിറ്റി അവിടെ തീർന്നു. അതാ ഈ ഇഷ്യൂവിനെ വളരെയധികം ഡൗൺ പ്ലേ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. മേ ബി അദ്ദേഹത്തിന് കാർ കളക്ഷനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഈ കുറെ അധികം വർഷം വളരെ ഒരുപാട് കാശും അതിനേക്കാളും വിലപ്പെട്ട കുറെ സമയവും ഈ കാർ കളക്ഷൻ, വിന്റേജ് കാർ ക്രേസ് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടി ചെലവാക്കിയ ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഈ വിഷയത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റും തോന്നുന്നു. ഈ കാർ കളക്ഷൻ എന്ന് പറഞ്ഞത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ബോൾ ഗെയിമാണ്. അത് യൂസ് കാർ മേടിക്കുന്ന പോലെ അല്ല കാർ കളക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത്. ഈ കാർ കളക്ഷൻ തന്നെ പലതരത്തിലുണ്ട്. ഇപ്പൊ വിന്റേജ് കാർ നമ്മൾ അടച്ചു പറയുമെങ്കിലും വിന്റേജ് കാറുകൾ പല കാറ്റഗറിയിൽ വരും. അതായത് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട്, പക്ഷെ ബ്രീഫ് ആയിട്ട് ഞാൻ പറയാം. ഏറ്റവും പഴയ കാറ്റഗറി കാറുകളെ വെറ്ററൻ കാർസ് എന്ന് പറയും, ഏറ്റവും ആദ്യകാല കാറുകളെ. സെക്കൻഡ് കാറ്റഗറിയെ ബ്രാസ് കാറ്റഗറി എന്ന് പറയും. ഈ ബ്രാസ് കോമ്പണൻസും ബ്രാസ് പാർട്ടുകളൊക്കെ ഉപയോഗിച്ച കാറുകളാണ് ഈ ബ്രാസ് കാറ്റഗറി എന്ന് പറയുന്നത്. മൂന്നാമത് വരുന്നത് പ്രീ വാർ ആണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പുള്ള കാറുകളെ പ്രീ വാർ എന്ന് പറയും. അതിനുശേഷമുള്ള വണ്ടികളെ പോസ്റ്റ് വാർ എന്ന് പറയും. ഈ പോസ്റ്റ് വാർ കഴിഞ്ഞു വരുന്ന കാറ്റഗറി നമ്മൾ ഈ പറഞ്ഞ പോലെ ക്ലാസിക് കാർസ് എന്ന് പറയും. നമ്മുടെ ഫോർഡ് മസ്റ്റാങ് ആ ഒരു ടൈം ഫ്രെയിം ഉണ്ടല്ലോ 60s 70s ക്ലാസിക്സ് എന്ന് പറയാം. അത് കഴിഞ്ഞ് വരുന്ന കാറ്റഗറിയാണ് മോഡേൺ ക്ലാസിക്. നമ്മുടെ ദുൽഖർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മോഡേൺ ക്ലാസിക്കിലാണ്. അതായത് നമ്മൾ 90s കിഡ്സിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയാണ് മോഡേൺ ക്ലാസിക്സ്. നമുക്ക് ക്ലാസിക് കാറുകളായിട്ട് അത്ര റിലേറ്റ് ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടില്ല. പക്ഷേ മോഡേൺ ക്ലാസിക്സ് നമുക്ക് റിലേറ്റ് ചെയ്യാം. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മെർസിഡീസ് SL R129 ഒരു മോഡേൺ ക്ലാസിക് ആണ്. പുതിയ കാറാണെന്ന് വെച്ചാൽ അല്ല, പഴയ കാറാണെന്ന് വെച്ചാൽ അതുമല്ല. അതാണ് മോഡേൺ ക്ലാസിക് എന്ന് പറയുന്നത്. സോ ദുൽഖറിന്റെ കളക്ഷനിൽ പ്രധാനമായിട്ടുള്ളത് മോഡേൺ ക്ലാസിക് കാർസ് ആണ്. ഇനി കാർ കളക്ഷൻ തന്നെ പലതരത്തിലുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഇൻസ്റ്റാഗ്രാമിലെ കാണുന്ന പോലെ ലോ ബഡ്ജറ്റ് കാർ കളക്ഷൻസ് ഉണ്ട്. അതായത് കുറെ അംബാസഡർ, പത്മിനി, പഴയ മാരുതി, ചില ലോ വാല്യൂ ഇമ്പോർട്ടഡ് കാർസ്, അങ്ങനെയുള്ള ലോ ബഡ്ജറ്റ് കാർ കളക്ഷൻസ് ഉണ്ട്. ആൾക്കാർ ആഗ്രഹം വെച്ചിട്ട് മേടിക്കുന്നതാണ്. പക്ഷെ അതിനൊരു സീരിയസ് കളക്ഷൻ വിളിക്കാൻ പറ്റില്ല. സെക്കൻഡ് കാറ്റഗറി പറഞ്ഞ സീരിയസ് കളക്ടേഴ്സ് ഉണ്ട്. അതായത് അവർ ആ കാറിന്റെ വാല്യൂ, അതിന്റെ പഴക്കം, അതിന്റെ ഓണർഷിപ്പ് ഹിസ്റ്ററി, അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്, അതിന്റെ കണ്ടീഷൻ, അതെല്ലാം വെച്ച് നോക്കിയിട്ട് ഇപ്പൊ നമ്മുടെ ഉദാഹരണം പറഞ്ഞ ബാംഗ്ലൂരിലെ ഡോക്ടർ രവി പ്രകാശിന്റെ കളക്ഷൻ വളരെ ഫേമസ് ആണ്. ബാംഗ്ലൂർ ഡേ സിനിമയിൽ ദുൽഖർ കാണിക്കുന്ന കാറുകളൊക്കെ ഇല്ല, അതൊക്കെ ഡോക്ടർ രവി പ്രകാശിന്റെ കാറുകളാണെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള ഏറ്റവും ഗ്രാൻഡ് ഓൾഡ് മാൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ പ്രാൺലാൽ ബോഗിലാൽ കളക്ഷൻ ഒക്കെ വളരെ ലെജൻഡറി കളക്ഷൻ ആണ്. ഒരുപാട് റോൾസ് റോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോഴത്തെ ജനറേഷനിലെ യോഹാൻ പൂനാവാലയുടെ കളക്ഷൻ വളരെ ഫേമസ് ആണ്. ഇവരൊക്കെ വളരെ സീരിയസ് ആയിട്ട് കളക്ടേഴ്സ് ആണ്. ഈ പറഞ്ഞ സീരിയസ് കാർ കളക്ടേഴ്സിന് എല്ലാവർക്കും രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പ്രൊവനൻസ് ആണ്. പ്രൊവനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാറിന്റെ ഹിസ്റ്ററി, അതിന് കാറിനോളം തന്നെ പ്രാധാന്യമുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുന്നത് ഇപ്പൊ മഹാരാജാക്കന്മാരുടെ കാറുകൾ, ഇപ്പൊ പഴയ രാജാവിന്റെ കാർ എന്ന് പറഞ്ഞാൽ റീസെയിൽ മാർക്കറ്റിൽ, ഇപ്പോഴത്തെ ഈ ക്ലാസിക് കാർ മാർക്കറ്റിൽ ഒരുപാട് വാല്യൂ ഉണ്ട്. പിന്നെ ഉദയ്പൂർ രാജാവിന്റെ കാർ, അല്ലെങ്കിൽ പറഞ്ഞ
വല്ല ബറോഡ രാജാവിന്റെ കാർ എന്നൊക്കെ, ആ കാറുമായി ബന്ധപ്പെട്ടൊരു ഹിസ്റ്ററി തന്നെയുണ്ട്. അതിനാണ് ഈ പ്രൊമിനൻസ് എന്ന് പറയുന്നത്. അത് മോഡേൺ കാറുകൾക്കും ബാധകമാണ്. അതായത് ഇപ്പൊ ഏതെങ്കിലും രാജാവ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ രാജഭക്തി എന്നല്ല ഞാൻ പറയണേ, ഒരു ഏതെങ്കിലും ഒരു VIP-യുടെ കളക്ഷനുള്ള കാറാണെങ്കിൽ അതിന് അതിന്റേതായ ഒരു അറ്റാച്ച്ഡ് വാല്യൂ ഉണ്ട്. സോ ഇത് മിക്ക കളക്ടേഴ്സും നോക്കും. അത് ഏത് മോഡേൺ ക്ലാസിക്കിനാണെങ്കിലും കൂടെ നമ്മൾ നോക്കും അതിന്റെ ഹിസ്റ്ററി എന്താണെന്നുള്ളത്. ഇത് പഴയ കാറുകൾക്ക് മാത്രമല്ല, പുതിയ കാറുകൾക്ക് ആൾക്കാർ നോക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആസിഫ് അലി G55 മേടിച്ചപ്പോൾ പുള്ളി ഇന്റർവ്യൂവിൽ പറഞ്ഞ കേട്ടിട്ടുണ്ട്, ഈ കാർ ക്ലീൻ കാറാണ്, സിംഗിൾ ഓണർ ആയിരുന്നു. അതുപോലെ തന്നെ ഇത് ഏതോ രാജസ്ഥാനിലെ റോയൽ ഫാമിലിയുടെ കാറായിരുന്നു ഇതിന് മുമ്പ്, അത് അവരുടെ നിന്നാണ് പുള്ളി മേടിച്ചതെന്നൊക്കെ. ഇതാണ് ഈ പ്രോമിനൻസ് എന്ന് പറയുന്ന കാര്യം, അതിന്റെ ഹിസ്റ്ററി. രണ്ടാമത്തെ കാര്യമാണ് ഈ പറഞ്ഞ സീരിയസ് കളക്ടേഴ്സ് എല്ലാവരും ഗ്രേ മാർക്കറ്റ് കാറുകളെ അവോയ്ഡ് ചെയ്യും. ഗ്രേ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇല്ലീഗലായിട്ട് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത കാറുകൾ. നമ്മുടെയൊക്കെ സ്കൂൾ ടൈമിൽ ഓർമ്മയുണ്ടോ, കേരളത്തിലെ സൂപ്പർ ബൈക്ക് സീൻ വളരെ സ്ട്രോങ് ആയിരുന്നു. ഒരുപാട് സൂപ്പർ ബൈക്സ് കാണായിരുന്നു ആ ഒരു 2000-2010 കാലഘട്ടത്തിൽ. പെട്ടെന്ന് അത് ഇല്ലാണ്ടായി. കാരണം അന്നത്തെ മിക്ക സൂപ്പർ ബൈക്സും ഇല്ലീഗലി ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത വണ്ടികളാണ്, ഈ പറഞ്ഞ ഗ്രേ മാർക്കറ്റ് വഴി വന്ന വണ്ടികളാണ്. ആ സമയത്തൊക്കെയാണ് ഈ DRI എന്നുള്ള നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ പേര് തന്നെ ആദ്യമായിട്ട് കേൾക്കണം. എന്താണ് ഈ DRI എന്ന് അറിയപോലും ഇല്ല. പക്ഷെ കേട്ടെന്താ, മറ്റേ ഇന്ന സൂപ്പർ ബൈക്ക് DRI പിടിച്ചുകൊണ്ടുപോയി, അല്ലെ DRI കോൺഫിസ്റ്റിക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ന്യൂസ് സ്ഥിരം കാണായിരുന്നു. വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഈ ഇല്ലീഗൽ സൂപ്പർ ബൈക്ക് സീനിനെ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കിയത് നമ്മുടെ DRI തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ DRI പറ്റി ആദ്യം കേൾക്കണം. ഇതെല്ലാം ഗ്രേ മാർക്കറ്റ് എന്ന് പറഞ്ഞ വണ്ടികളാണ്. അപ്പൊ ഈ നമ്മുടെ ഈ സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്ന കാറുകളും ഗ്രേ മാർക്കറ്റ് കാറുകളാണ്. അതിൽ ഒരു സംശയവും വേണ്ട, ഇല്ലീഗൽ കാറുകളാണ്. സോ ഈ കാറുകളൊക്കെ അവോയ്ഡ് ചെയ്യാന്നുള്ള കളക്ടേഴ്സിന്റെയും കൂടി റെസ്പോൺസിബിലിറ്റി ആണ്. ആൻഡ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ എങ്ങനെ വെരിഫൈ ചെയ്യും, ഇത് ഡോക്യുമെന്റ്സ് കറക്റ്റില്ല. പക്ഷേ ഒരു സീരിയസ് കളക്ടറിന് ഇത് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ട്രസ്റ്റ് മീ വെൻ ഐ ടെൽ യു ദിസ്, അവർക്കത് വെരിഫൈ ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ പോലത്തെ നെറ്റ്വർക്ക് അല്ല കളക്ടേഴ്സിനുള്ളത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ ഈ സിനിമാക്കാരെ, ഇപ്പൊ സൂപ്പർ സ്റ്റാറുകളുടെയും പൊളിറ്റീഷ്യൻസിന്റെയും നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്കിന്റെ ഒക്കെ 10 ഇരട്ടി കാണും. വേണമെന്ന് വെച്ചാൽ അവർക്കത് വെരിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവരെ അതുപോലെ പറ്റിക്കാൻ കഴിവുള്ള ക്രിമിനൽസ് ആയിരിക്കണം. എന്തായാലും അത്രയും ബുദ്ധിയില്ലാത്ത ആളാണ് ദുൽഖർ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ദുൽഖർ അറിഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ കാര്യത്തിൽ ഇപ്പൊ ചാടുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. സോ സംതിങ് റോങ് ഹാസ് ഹാപ്പൻഡ്. ഞാനിത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ദുൽഖർ അങ്ങനെ ഒരു അബദ്ധം കാണിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാർ കളക്ടറാണ് ദുൽഖർ. അതുപോലെ തന്നെ കാറിനെ കുറിച്ച് നല്ല നോളജ് ഉള്ള ആളും കൂടിയാണ്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറയാം. ദുൽഖറിന്റെ ഈ കളക്ഷൻ ആദ്യം പിടിച്ചുകൊണ്ട് പോയ വണ്ടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ആ TN രജിസ്ട്രേഷൻ ഡിഫൻഡർ ആണ് അവർ കസ്റ്റംസ് പിടിച്ചുകൊണ്ട് പോയത്. അത് ഭയങ്കര രസമുള്ള കാര്യം. കാരണം ആ കാർ ആക്ച്വലി ക്ലീൻ കാറാണ്. ഹ്യൂ 166 എന്ന സ്റ്റിക്കർ ഒട്ടിച്ച ആ ഡിഫൻഡർ ഇല്ലേ, ആ ഒരു ക്രീം കളർ ഡിഫൻഡർ. ഹ്യൂ 166 എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അത് ആദ്യത്തെ നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ സീരീസ് 1 ലാൻഡ് റോവറിന്റെ രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് ആണ്. ആ നമ്പറാണ് ദുൽഖറിന്റെ കാറിന്റെ സൈഡിൽ ഒരു ട്രിബ്യൂട്ട് പോലെ പുള്ളി ഒട്ടിച്ചു വെച്ചാണ്. അപ്പൊ ആ കാർ ആക്ച്വലി ക്ലീൻ കാറാണ്. അതൊരു എംബസി കാറായിരുന്നു. സെക്കൻഡ് ഓണർ തമിഴ്നാട്ടിലെ ഏതോ ബിസിനസ് ആയിരുന്നു. പിന്നെയാണ് ദുൽഖറിന്റെ കയ്യിലേക്ക് വരുന്നത്. അതിന്റെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആയിട്ട് ദുൽഖർ കോർട്ടിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ദുൽഖറിന് അറിയാം ഇതിന്റെ പ്രോമിനൻസിന്റെ വാല്യൂ. പക്ഷെ അതുപോലെയല്ല നമ്മുടെ Y60യുടെ കാര്യം. Y60യുടെ ഫസ്റ്റ് രജിസ്റ്റേർഡ് ഓണർ ഇന്ത്യൻ ആർമി എന്നാണ് കാണിച്ചേക്കണേ. അതുകൊണ്ട് തന്നെ ആ കാർ അവർക്ക് കിട്ടിയില്ല. രണ്ടാമത്തെ ദിവസം ദുൽഖറിന്റെ കസിന്റെ വീട്ടിൽ നിന്ന് കണ്ടാണ് ആ കാറിനെ അവർ സീസ് ചെയ്തത്. അപ്പൊ ഇവിടേക്കാണ് പ്രശ്നം. അപ്പൊ മറ്റേ ഡിഫൻഡറിന്റെ പേപ്പേഴ്സ് ക്ലീൻ ആണ്, Y60യുടെ പേപ്പേഴ്സ് അത്രയും ക്ലീൻ അല്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ ലോയിൽ പഠിക്കുന്ന ഒരു ബേസിക് കാര്യം ഉണ്ടല്ലോ, കാവിയറ്റ് എംപ്റ്റർ എന്ന് പറയും. അതായത് ബയർ ബീവെയർ. എന്ത് സാധനം മേടിക്കുമ്പോഴും ബയർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സെല്ലറിന്റെ മാത്രമല്ല റെസ്പോൺസിബിലിറ്റി. സെല്ലർ എന്തെങ്കിലും തരികിട കാണിക്കുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യേണ്ടത് ബയറിന്റെയും കൂടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ആ ഒരു ഫാക്ടർ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ദുൽഖറിനും ഉത്തരവാദിത്തം ഉണ്ട്. അല്ലാണ്ട് നമുക്കൊരിക്കലും ഒരു എരവാദം പറഞ്ഞ് നമുക്ക് ഇതിന് ഒഴിവാക്കാൻ പറ്റില്ല. ഇതിലൊരു പ്രധാന പ്രശ്നം പറഞ്ഞാൽ, ഞാനൊരു ദുൽഖർ ഫാനാണ്. എനിക്ക് ദുൽഖറിന് ഒരുപാട് ഇഷ്ടമാണ്. കാരണം പുള്ളിയുടെ ഒരു പെരുമാറ്റത്തിലൊക്കെ ഒരു ജെന്റിൽമാൻലി പെരുമാറ്റമായിട്ട് എനിക്ക് ഇന്നേറെ തോന്നിയേക്കുന്നത്, അറ്റ്ലീസ്റ്റ് നമ്മൾ ഓൺ സ്ക്രീൻ കാണുമ്പോൾ. പക്ഷെ നമുക്ക് ഈ ഇഷ്ടം കാരണം ഒരു പ്രശ്നം പറഞ്ഞാൽ നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ബയസ്ഡ് ആയിട്ട് കാണുള്ളൂ. നമുക്ക് അവരോടുള്ള ഇഷ്ടക്കൂടുതലുണ്ട്. അവർക്കെതിരെ ഒരു പ്രശ്നം വന്നാലും നമ്മൾ അതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് കാണും. അത് തന്നെയാണ് ഈ സിറ്റുവേഷനിൽ നടന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വേറെ ഒന്നും വേണ്ട, ഇത്ര ആലോചിച്ചാൽ മതി. ഈ കാറുകളൊക്കെ നമ്മുടെ ഒരു കോൺട്രവേഴ്ഷ്യൽ ബിസിനസ്മാനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആരാ പറയാ, നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെ വീട്ടിൽ നിന്നാണ് ഈ കാറുകൾ പിടിച്ചതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെയിം ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഈ റെയ്ഡിനോട്. അതായത് ഇങ്ങനെ ഒരാളെ വേട്ടയാടി എന്നുള്ള ചിന്തയായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഒരു ഓഫീസറിനെ വേട്ടയാടുന്ന കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് വിഷമം തോന്നി. കാരണം വേറെ ഒരു ഓഫീസർക്കും ചെയ്യാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തത്. വേറെ ഒരു സ്റ്റേറ്റിലും ചെയ്യാത്ത കാര്യമാണ് അദ്ദേഹം കേരളത്തിൽ നടപ്പാക്കിയത്. ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആൾക്കാരുടെ കാറുകൾ റെയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഇതുവരെ കേൾക്കാത്ത കാര്യമാണ്. സോ അദ്ദേഹം വളരെ ബോൾഡായിട്ട് സ്റ്റെപ്പ് എടുത്തു, അതിന് ആക്ഷൻ എടുത്തു, അതിന് റിസൾട്ട് ഉണ്ടാക്കി. ഈ പറഞ്ഞ മറ്റു കാറുകളെയും 38 കാറുകളെയാണ് അവർ സീസ് ചെയ്തത്, ഇതുപോലെ ഇല്ലീഗലി ക്രിമിനലി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന കാറുകളെ. സോ അത് അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്തത്, അദ്ദേഹത്തിന്റെ പഴയ 2016 ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പൊക്കിയെടുത്ത് അതിന് ഒരു രാഷ്ട്രീയ കളർ കൊണ്ടുവന്ന് എന്തൊക്കെ മോശം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ഒരു സത്യസന്ധനായ ഒരു ഓഫീസറിന്റെ മൊറാലിനെ തല്ലി തകർക്കുന്ന പരിപാടിയല്ല നമ്മൾ ചെയ്തത്. എന്തോരം വീഡിയോസ് വരുന്നത് അദ്ദേഹത്തിനെതിരെ. അദ്ദേഹം എന്താ പറഞ്ഞ, ഇപ്പൊ പുള്ളി ഒരു
ക്രിസ്ത്യൻ ആയതുകൊണ്ട് പുള്ളിയെ ക്രിസംഗിയാക്കി. വളരെ കഷ്ടമാണ് ഈ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ താരങ്ങളോടുള്ള ഇഷ്ടക്കൂടുതൽ വെച്ചിട്ട് നമ്മൾ സത്യസന്ധരായ ഓഫീസേഴ്സിനെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ മോശമായിട്ട് പറയരുത്. അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിന് ജോലിയാണ്. ഇതിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാർ കളക്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് എന്തൊക്കെ കാറുകളും ഇഷ്ടമുണ്ടെങ്കിലും പരമാവധി ഗ്രേ മാർക്കറ്റ് കാറുകൾ അവോയ്ഡ് ചെയ്യുക. അതിന് ഗ്രേ മാർക്കറ്റ് കാർ ആണോ അല്ലയോ എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് തൊടാണ്ടിരിക്കുക, ക്ലീൻ കാറുകൾ മേടിക്കുക. ആൻഡ് ഈ ഒരു കേസിൽ ക്ലിയർ ആയിട്ടുള്ള ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട്. അതായത് പരിവാഹൻ വെബ്സൈറ്റ് മുതൽ ഇങ്ങോട്ട് വണ്ടികളെ സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഫേക്ക് ഡോക്യുമെന്റ്സ് വെച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. യൂസ് കാർ മേടിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇനി ഇന്ത്യയിൽ നടക്കുന്ന പ്രധാന യൂസ് കാർ സ്കാമുകളെ കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് കൂടി പോകും. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറയാനില്ല. ഇനി അങ്ങനെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ഒന്ന് കമന്റിൽ പറയുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ജസ്റ്റ് ലെറ്റ് മീ നോ അങ്ങനെ ഒരു വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടോ എന്നുള്ളത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടെ അറിഞ്ഞാലേ എന്തുണ്ടാക്കണം എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ. സോ ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. ഈ കാര്യം ഇപ്പോൾ അൺഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ സെപ്റ്റംബർ 30 ചൊവ്വാഴ്ചയാണ്. ഇന്നിപ്പോൾ ഇതിന്റെ എൻക്വയറി കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് പോയി നിൽക്കുന്നുണ്ട്. അതായത് ഇത്ര നാൾ കേരളത്തിലെ പല വണ്ടികളും തമിഴ്നാട്ടിലേക്ക് ആൾക്കാർ മാറ്റി എന്നാണ് ഇപ്പോൾ കസ്റ്റംസ് പറയുന്നത്. സോ ആ കാരണങ്ങൾ അന്വേഷിച്ച് അവർ പോകുന്നുണ്ട്. മറ്റ് സ്റ്റേറ്റ്സിലേക്കും കേരളത്തിന്റെ ഈ ഒരു മൂവ് കണ്ട് ചിലപ്പോൾ ആക്ഷൻസ് വരാനും സാധ്യതയുണ്ട്. സോ കേരളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല എക്സാമ്പിൾ ആണ് സെറ്റ് ചെയ്തത്. ഇതുപോലത്തെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇവിടെ നടക്കില്ല എന്നും അതിനെ ബുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കേരളം പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നു. പിന്നെ എപ്പോഴും ആലോചിക്കും, ഇപ്പോൾ ജപ്പാനിൽ നിന്ന് വില കുറച്ച് കാർ കിട്ടി, ഭൂട്ടാനിൽ നിന്ന് കുറഞ്ഞ ടാക്സ് കിട്ടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇതുപോലത്തെ ക്രിമിനൽ സംഘങ്ങൾ, ഇപ്പോൾ കോയമ്പത്തൂർ സംഘമായാലും ഡൽഹി സംഘമായാലും അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ നോക്കും. പൈസ ഉണ്ടാക്കാനുള്ള ഏത് വഴിയും അവർ നോക്കും. പക്ഷെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സ്മാർട്ടർ ആയിരിക്കണം, കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് വേണം ഇതുപോലത്തെ ഇനിയത്തെ കാലത്ത് യൂസ് കാർസ് ഒക്കെ മേടിക്കാനായിട്ട്. സോ ബി കെയർഫുൾ ആൻഡ് ബി സ്മാർട്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഡ്രൈവ് സേഫ്.